പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 42 വരെ. അക്കാലത്ത് യഹൂദർ യേശുവിനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏതു പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ജോർദാൻ്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു. വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല. എന്നാൽ ഈ മനുഷ്യനെപ്പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദിവ്യകാരുണ്യേശയിൽ പ്രിയരെ സ്തുതിയായിരിക്കട്ടെ. തപസ് കാലത്തിലെ 5-ാം വാരത്തിലെ വ്യാഴാഴ്ച 10-ാം തീയതി ഈ രാത്രിയിൽ ഈശോനാഥൻ, നല്ല ഇടയനായ ഈശോ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുമ്പോൾ അവിടുത്തെ തിരുമാറിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മളിന്ന് കടന്നു വന്ന എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി യാചിക്കുമ്പോൾ, പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ശക്തിക്കും വേണ്ടി നമ്മളായിരിക്കുമ്പോൾ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ കല്ലുകളെടുക്കുകയാണ്. ഈശോയ്ക്ക് എതിരെ കല്ലുകളെടുക്കുന്ന ഒരു ജനസമൂഹത്തെ കാണുകയാണ്. ഒരു വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ 40-ാം വെള്ളി അല്ലെങ്കിൽ തപസ് കാലത്തിൻ്റെ ഒരു അടുത്ത മുഹൂർത്തത്തിലേക്ക് എത്തുമ്പോൾ, കുരിശിന് താഴെ നിൽക്കുമ്പോൾ, കുരിശിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ആലപിക്കാറുണ്ട്, എഞ്ചനമേ ചൊൽക ചൊൽക, എന്തപരാധം ഞാൻ ചെയ്തു എന്നൊക്കെ. ഈശോ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് എനിക്കെതിരെ ഇന്ന് നിൽക്കുന്നത്? എന്ത് തിന്മയാണ് ഞാൻ നിങ്ങൾക്കെതിരെ ചെയ്തത്? അവർ പറയുന്നു, തിന്മ ചെയ്തതിൻ്റെ പേരിലല്ല എന്ന്. നമ്മളൊക്കെ ഇന്ന് ഈശോയ്ക്കെതിരെ നിൽക്കുന്നവരല്ലേ? ഈശോ ഒരു വാർത്തയായി, ഗുഡ് ന്യൂസ്, നമ്മുടെയൊക്കെ ജീവിതത്തിന് അവിടുന്ന് ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നോ അവർ ദൈവങ്ങളായി മാറുന്നു. അതാണ് ഈശോ സാക്ഷ്യം. ദൈവവചനം തന്നെയായ ഈശോ വചനമായി ദൈവമാകുന്നു. ആ വചനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവൻ ഭാഗിച്ചു നൽകുന്ന ശരീരം സ്വീകരിക്കുന്ന നമ്മളെല്ലാവരും അവൻ്റെ ഭാഗമായി മാറുമ്പോൾ അവന് ചേർന്ന പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ആ ക്രിസ്തുവിൻ്റെ ഭാഗമായി മാറുന്ന ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്ന നമ്മളൊക്കെ, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന നമ്മളൊക്കെ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മളൊക്കെ ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്.
ഈ തപസ് കാലത്തിൽ നമ്മളൊന്നുകൂടി ആഴത്തിൽ ധ്യാനിക്കേണ്ടത്. എന്തെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഈ നിമിഷത്തിൽ പോലും ദൈവം എന്നെ കരുതുന്ന നന്മകളെ ഓർത്ത്, അവൻ്റെ കരുതലിനെ ഓർത്ത് ഈ തപസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവനിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ പോലും നമുക്ക് കാണാം മാതാപിതാക്കൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇന്ന് നമുക്ക് മാതാപിതാക്കളെ കണ്ടുകൂടാ. ഒത്തിരി മാതാപിതാക്കൾ ഈ രാത്രിയിൽ പോലും കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു കിടന്നിരുന്നെങ്കിൽ, ഒരമ്മയായിരുന്നപ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞു കിടന്നിരുന്നെങ്കിൽ, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വേണ്ടെന്ന് വെച്ച്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിടന്നുറങ്ങണ്ട എന്ന് വിചാരിച്ച് ഒക്കെ ആ നിറവയറിനെ കാത്ത് പ്രസവ സമയം വരെ കാത്ത നിമിഷങ്ങളെ ഓർത്താൽ മതിയല്ലോ. അവർ ചെയ്ത നന്മകൾ ഇന്ന് നമ്മൾ ഈ നിമിഷത്തിലായിരിക്കുന്നത് വരെ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും കരുതലും എന്തുമാത്രം ഉണ്ടായിരുന്നു. ഇന്ന് ഞാനായത് എന്തവസ്ഥയിലാണെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അവർ ചെയ്തത്, അവർക്കെതിരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ജീവിത പങ്കാളിക്കെതിരെ നീ നിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അവർ ചെയ്ത നന്മകൾ എന്തെല്ലാമുണ്ട്. നിൻ്റെ ജീവിത പങ്കാളി നിനക്ക് വേണ്ടി മാറ്റിവെച്ച നന്മകൾ, കുടുംബത്തെ വേണ്ടെന്ന് വെച്ചത്, സ്വന്തക്കാരെ വേണ്ടെന്ന് വെച്ചത്, നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ തയ്യാറായതൊക്കെ അവളുടെ നന്മയും അവൻ്റെ നന്മകളും ഒക്കെ ആയിരുന്നില്ലേ? എന്നിട്ട് ആ നന്മകളെ പ്രതിയാണോ ഇന്ന് നമ്മൾ കല്ലെടുക്കുന്നത്? ആ നന്മകൾക്കെതിരെയാണോ നമ്മളിന്ന് കല്ലെടുക്കുന്നത്? നമ്മുടെ മക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സഹോദരങ്ങൾ നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവികമായി നൽകപ്പെട്ടതും ദൈവികമായ കൃപകളും കരുതലും പൊതിഞ്ഞ് സൂക്ഷിക്കലുകളുമെല്ലാം ഇവൻ ചെയ്ത നന്മകളായിരുന്നു. അവനെതിരെ കല്ലുകൾ, ദൈവമക്കൾ ആ വചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരൊക്കെ ദൈവമക്കളായിത്തീരുന്നു എന്ന ഈ 34-ാം തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. ഈശോ സുവിശേഷമായി, ഗുഡ് ന്യൂസായി. ഇന്ന് നമ്മളൊക്കെ ബാഡ് ന്യൂസുകളും ഹൊറർ ന്യൂസുകളും ഒക്കെ ആയിട്ട് മാറുന്നില്ലേ? നമ്മൾ എന്തൊക്കെ രീതിയിലാണ് പത്രവാർത്തകളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട നമ്മൾ ചേരിപ്പോരുകൾ നടത്തുന്നു, സംഘർഷങ്ങൾ നടത്തുന്നു, തർക്കങ്ങൾ നടത്തുന്നു, വിപ്ലവാത്മകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു ഭീഷണിയായി ഒക്കെ മാറുന്ന ഒരവസ്ഥ. തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഈശോയെ ഈ തപസ് കാലത്തിൽ അവിടുത്തെ നന്മകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിലേക്ക് കൂടുതൽ എടുക്കുവാനായിട്ട്, അവിടുത്തെ ക്രൂശിക്കുന്ന അവിടുത്തെ തിരുരക്തമൊഴുകി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് സങ്കീർത്തകനോടൊപ്പം 31:5 കർത്താവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെയും എൻ്റെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. യു ഹാവ് റിഡീംഡ് അസ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഈശോയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ശിരസ് നമിക്കാം. നമ്മുടെ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താം. ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ശുഭമായ ഒരു രാത്രിയും നല്ല അനുഗ്രഹത്തിൻ്റെ പുലരിയും ഈശോയുടെ നാമത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ